ഇന്ന് ഞാനെൻ്റെ ഫോൺ ശരിയാക്കാമെന്ന് തന്നെ പോയി ഹസ്ബൻഡിനോട് ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിനെ നോക്കിക്കോളും. ഞാൻ അവളുമായിട്ട് അത്ര ദൂരം പോകണ്ടേ, അടുത്ത് തന്നെയാണ് എങ്കിലും. അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്ന്. അപ്പോൾ ആ കൊച്ചൻ അവിടെ ഇല്ലായിരുന്നു, അപ്പുറത്തെ കണ്ട് ചായ കുടിക്കാൻ പോയേക്കോ. അത് വന്നു ഫോൺ കാണിച്ച് ചേച്ചി ഫോൺ മാറ്റാൻ സമയമായല്ലോ, ഇത് ഇത്ര വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു ഇത് 8 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഇത്തിരി പ്രശ്നമൊക്കെ തോന്നി കഴിയുമ്പോൾ പുതിയ ഫോൺ വാങ്ങി. അപ്പം എനിക്ക് തന്നതാണ്. കാരണം കുഞ്ഞിനെയൊക്കെ എപ്പോഴും കാണണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് ഇത്തരം ഫോൺ, ഞാനിതിന് മുമ്പെന്ന് വെച്ചാൽ എനിക്ക് പാട്ട് കേൾക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് അതിന് പറ്റിയൊരു ഫോണായിരുന്നു നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എനിക്കല്ലാതെ ഈ ഒരു ഫോണിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം ഇതിൽ നോക്കാൻ ഉള്ള കണ്ണിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം അതിനു വേണ്ടി ചിലവാക്കും, തലവേദന എടുക്കും, ഈ ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. പിന്നെ അധികം ഇതിൻ്റെ യൂസ് ഇല്ല. അങ്ങനെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് പല പ്രാവശ്യം അനിയൻ പറഞ്ഞു ഫോൺ വാങ്ങിത്തരാം. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പം എൻ്റെ ചേച്ചിയുടെ മോനുണ്ട്. അപ്പം അവൻ പറയും എൻ്റെ അടുത്ത് അമ്മ ഒന്നും വാങ്ങിയില്ല, ചിറ്റപ്പനോട് പറ എന്ന് പറയാം. ഞാൻ പറയും വേണ്ട. അപ്പം ഞാൻ ഇവനെ എപ്പോഴും എന്നോട് പറയുമ്പോൾ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും, കുഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പം സാലറി കയ്യിലാവുമല്ലോ, ആ സമയത്ത് ഒരു ഫോൺ വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ പറഞ്ഞു ഓക്കെ അങ്ങനെ. ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ ഇനി ഫോൺ വാങ്ങിക്കുന്നുള്ളൂ എന്ന് പറയുമായിരുന്നു. അതിൽ ഹസ്ബൻഡിന് ഇങ്ങനെ തന്നു. അപ്പോൾ കുഞ്ഞിനെ കാണേണ്ടതല്ലേ. അപ്പോൾ എനിക്ക് ഫോൺ ചാർജ് ചെയ്യുമ്പം ഒരുപാട് യൂസ് ആവാതെ പോകുന്നുണ്ട്, നെറ്റ് ഒരുപാടധികം ഇതുണ്ട്. അങ്ങനെ ആണ് ഞാൻ എന്തെങ്കിലും ഒന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഓർത്തു ഒന്നുകിൽ ഞാൻ പഠിച്ച വിഷയത്തെക്കുറിച്ചൊരു തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ മണിപ്രവാളം തുടങ്ങിയത്. മണിപ്രവാളം മലയാളത്തിൽ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം മണിപ്രവാളമുണ്ട്. അപ്പം പിന്നെ എനിക്ക് കുറച്ചുകൂടെ അറിയാവുന്നത് എന്ന് പറയുമ്പം മനസ്സിനെക്കുറിച്ചാണ്. അപ്പം അങ്ങനെ മനസ്സും എന്നുള്ളതും തുടങ്ങി. അങ്ങനെ മാനസമാണ് അതും ഈ മണിപ്രവാളം തുടങ്ങിയത്. അപ്പം കുറച്ചെങ്കിലും ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ മണിപ്രവാളമാണ് ഈ മാനസത്തെക്കാളും കുറേ അധികം ടോപ്പിലേക്ക് പോയത് പെട്ടെന്ന് തന്നെ. അപ്പം പക്ഷേ എനിക്ക് ഈ ഫോണിൻ്റെ ഈ അപ്ഡേഷൻ്റെ പ്രശ്നം വന്നുകൊണ്ട് അതിലോട്ട് എനിക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ വീഡിയോസൊന്നും. അപ്പോൾ ഇത് 2 മാസത്തോളം ആകാറായി. എന്തായി അതിൻ്റെ അവസ്ഥയെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്ര ഇതായിട്ട് പോയത്. അപ്പം അവിടെ ഫോൺ നോക്കിയിട്ട് ആ കൊച്ചനും ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കി. പക്ഷേ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പം പറഞ്ഞു ചേച്ചി ഇന്നിവിടെ ഫോൺ ശരിയാക്കുന്ന ആളില്ല, നാളെ വന്ന് നോക്ക്, നാളെ എന്തായാലും കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത് പുതിയ ഫോൺ. ഞാൻ പറഞ്ഞു ഇപ്പം എന്തോ ഇങ്ങനെയൊക്കെ ഉണ്ട് വിലയെന്നൊക്കെ വെച്ചപ്പോൾ അവിടെ അത്ര വലിയ രീതിയിലുള്ള ഫോണില്ല. ഞാൻ പറഞ്ഞു ഇത് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെറിയത് അപ്ഡേഷൻ്റെ ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, എനിക്ക് ഈ ഫോണൊക്കെ തന്നെ ധാരാളം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്കത് വേറെ ഫോൺ മേടിക്കാനൊരു തോന്നലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പുതിയ ഫോൺ വാങ്ങിച്ചാൽ ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. സമയം കിട്ടുമ്പോൾ വീഡിയോ ചെയ്യാം എന്നുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് ആ ഫോണിൻ്റെ ഉപയോഗം എനിക്ക് വരുന്നില്ല ഇന്നത്തെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പുറകോട്ട് നിൽക്കുന്നത്. പിന്നെ ഫോൺ ഒട്ടും പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പം നമുക്ക് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. വെറുതെ എന്തിനാ മറ്റേ സിനിമയിൽ പറയുന്ന ഒരു പാഴ്ചെലവ്. പൈസ ഒത്തിരി ഉള്ളവർക്കൊക്കെയാണ് സ്വന്തമായിട്ട് ഇപ്പോൾ വരുമാനമൊക്കെ ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലെങ്കിൽ പുതിയ ഫോണൊക്കെ വാങ്ങിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം സ്കൂളിട്ട് തുടങ്ങുന്ന സമയം വരെയും അടുത്ത ഏപ്രിൽ തൊട്ട് ട്യൂഷൻ്റെയൊക്കെ ഇതുണ്ട്. അപ്പം ആ സമയം വരെയും നമുക്ക് കയ്യിൽ പൈസ വരുന്നിടം വരെയും നമുക്ക് വരുമാനങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ സൂക്ഷിച്ച് ചിലവാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഫോൺ ശരിയാക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇല്ല വേറെ നിവൃത്തിയില്ലെങ്കിൽ അടുത്ത മാർഗം എന്നുള്ള രീതി നോക്കാം. ഞാനിപ്പം കഴിഞ്ഞിടയ്ക്ക് വീട്ടിൽ പോയപ്പം അവിടെ നിന്നൊരു ഫോൺ എടുത്തുകൊണ്ട് വന്നു, പഴയത്. അപ്പം അതിലൂടെയാണ് ഞാനിപ്പം പല കാര്യങ്ങളും ചെയ്യുന്നത്. വെച്ചാൽ അതിന് ഇച്ചിരി കംപ്ലൈൻറ്റ്, ചാർജ് നിൽക്കുന്നില്ലെന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ശബ്ദം തീരെ കുറവാണ് എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു എങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടിയ ഫോണിൽ ആ ഫോണിൽ ഞാൻ
വീഡിയോസ് ചെയ്തിട്ട് അത് എൻ്റെ കയ്യിലുള്ള യൂട്യൂബുള്ള ഫോണിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ 2 ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അപ്ഡേഷൻ എന്ന പ്രോസസ്സ് ഫുള്ളാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തേക്കാൾ ഇത്തിരി കൂടെ വോയിസ് ഒക്കെ കൂടിയത്. ചില സമയത്ത് നമ്മൾ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു ഫാൻ ഓഫ് ചെയ്തിട്ട് സംസാരിക്കൂ, ഫാനിൻ്റെ ശബ്ദം ശരിക്കും വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ കാലാവസ്ഥ എന്ന് പറയുമ്പം നല്ല ചൂടുണ്ട്. ഇപ്പം ഇവിടെ മഴയുടെ ഇതാണ്, മഴ പെയ്യുന്നുണ്ടെങ്കിലും മുകളിൽ റൂമൊക്കെ അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ചൂടുണ്ട്. ചെറിയ രീതിയിലൊരു ഫാനിട്ടാൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ്. പക്ഷെ ചില സമയത്ത് ആ ചെറുതൊന്നും പോരാ, നല്ല സ്പീഡിൽ ഫാൻ ഇടണം. അല്ലെങ്കിൽ ഞാനിങ്ങനെ വിയർത്തുകൊണ്ടേയിരിക്കും, എനിക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക കേട്ടോ, അല്ലാതെ എന്ത് പറയാനാണ്. അപ്പം നാളെ ചെന്ന് നോക്കാം എന്ന് കരുതിയിരിക്കുകയാണ് ഫോണിൻ്റെ കാര്യം. ശരിയാകുമെങ്കിൽ ശരിയാവട്ടെ അല്ലേ.